വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പുതിയ മാസത്തിൻ്റെ പ്രഭാതത്തിനങ്ങയുടെ തിരുസനെ കടന്നവരെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതങ്ങൾക്കായി ആരാധിക്കുവാൻ അവസരം നൽകിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മാസം അബ്രഹാമിൻ്റെ വിശ്വാസതീഷ്ണതയിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. യോസഫിൻ്റെ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പൗലോസിൻ്റെ തീഷ്ണതയിലേക്ക് ഞങ്ങളെ ജലിപ്പിക്കണമേ. വിശുദ്ധരായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ. ഈ പുതിയ മാസം എപ്പോഴും അങ്ങയുടെ കൂടെ ഞങ്ങളെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ. അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ ഓരോ നിമിഷവും കണ്ടാരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈ മാസം മുഴുവനും അങ്ങ് ആഗ്രഹിക്കുന്ന ജീവിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കൃപ നൽകണമേ. ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ മേഖലകളും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത എല്ലാ ആവശ്യങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ മാസം നീ ഒരു ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ചോദിക്കുവാൻ നൽകപ്പെടുക, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവാൻ തുറക്കപ്പെടുക എന്നൊരു ചെയ്ത കാരുണ്യവാനായ കർത്താവേ, എൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. നാസറത്തിലെ പൈശാചിക ശക്തികൾ ഒഴിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ സ്വതന്ത്രമാക്കിയ കർത്താവെ, ഞങ്ങളുടെ എല്ലാ തിന്മകളെ അകറ്റി ദൈവ പ്രസാദം നിറയുവാൻ കൃപ നൽകേണ്ട ഒരു തിന്മയുടെ ശക്തികളും ഈ മാസം ഞങ്ങളെ ബാധിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ അന്ധകാര ശക്തിയെ അകറ്റി പ്രകാശിപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. നിൻ്റെ സാന്നിധ്യവും സാമ്യവും അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ഈശോ നിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ ഈ മാസത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശ്വരനാണ്. ഈശോ സ്തുതി, ഈശോ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് പ്രകടമായ കർത്താവ് ഞങ്ങളെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുകയെന്ന് പറയും. ആദ്യകാല രക്തസാക്ഷികളുടെ തിരുനാളാഘോഷിക്കുന്നതിനും കർത്താവ് അങ്ങയുടെ തിരക്കിൻ്റെ ഹൃദയം പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചുവല്ലോ. പാതാളത്തിൽപ്പെടാതെ അങ്ങയുടെ വചനത്താൽ പരിശോധിച്ചുകൊണ്ട് എപ്പോഴും നേരത്ത് ജീവിക്കുവാൻ നിങ്ങൾ വിളിച്ചതിനടുത്ത് നന്ദി പറഞ്ഞ് ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുവാനായിട്ട് അങ്ങനെയുള്ള ഓരോ അനുഗ്രഹത്തിനും നന്ദി പറയും. കാരുണ്യവാനായ കർത്താവേ, ഇന്നത്തെ ദിനത്തിൽ നീതിയുടെ മാർഗത്തിലൂടെ നയിക്കണമെന്ന് സങ്കീർത്തന വചനങ്ങളിൽ ഏറ്റുപറയുമ്പോൾ നീതിയുടെ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ട് അല്പവിശ്വാസം നിങ്ങളെങ്ങനെ ഭയപ്പെട്ടു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ച കാരണമാണ് കർത്താവെ. പലപ്പോഴും ജീവിതത്തിൽ കാറ്റുകളും കോടതികളും കടന്നു വരുമ്പോൾ അങ്ങനെ നിറഞ്ഞുകൊണ്ട് പ്രകൃതിയുടെ ക്ഷോഭത്തിൽ അസ്വസ്ഥപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കും. അന്നും കൂടെ എപ്പോഴൊന്നും ഭയപ്പെടേണ്ടതില്ലെന്നും അങ്ങ് തന്നെയാണ് സൈന്യം ശാന്തമാക്കുന്നതെന്ന് ബോധ്യത്തിൽ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. കാരണവാനായ കർത്താവെ, അന്ന് കൂടെ ഉണ്ടായിരുന്നിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ആവശ്യിക്കുന്നു, നീ ഞങ്ങളെ കാണുന്നില്ലേ? തിരമാലകൾ ഉയർന്നു വന്നപ്പോഴും തിരമാലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നിട്ട് പോലും കർത്താവ് ഭയപ്പെട്ടുപോയി. ഇതാ കർത്താവെ, നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷം അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ മനസ്സിലാക്കുവാനും ഓരോ ഭയപ്പെട്ടു പോയാലും അങ്ങയുടെ കൃപയും ശക്തിയായും പറഞ്ഞുകൊണ്ട് അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. അങ്ങ് ശാസിച്ചപ്പോൾ തിന്മയുടെ ശക്തിയെ വിട്ടുപോയി, പ്രകൃതിയിലെ ക്ഷോഭങ്ങളടങ്ങി, രോഗികൾ സുഖപ്പെട്ടു. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ഒരു വാക്ക് മാത്രം മതി എൻ്റെ ജീവിതത്തെ മാറ്റുവാനായി. അങ്ങനെ ചെയ്താലും ദാസനിത ശ്രമിക്കുന്നു. എൻ്റെ കൃപയും അനുഗ്രഹവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ
ഇതാ സമ്പൂർണ്ണമായിട്ടും അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. കൃപ നൽകി അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.